നമുക്കൊരു ടണൽ ബുക്ക് ഉണ്ടാക്കാം. ആവശ്യമായ സാധനങ്ങൾ: ഗ്ലൂ, കത്രിക, റൂളർ, ടണൽ ബുക്ക് ഫ്രെയിമുകൾ. ആകെ 8 വ്യത്യസ്ത സ്ട്രിപ്പുകൾ വേണം. 6 മുഴുവൻ സ്ട്രിപ്പുകളും 2 പകുതി സ്ട്രിപ്പുകളും. അക്ഷരങ്ങൾ അനുസരിച്ച് സ്ട്രിപ്പുകൾ ഒട്ടിക്കുക. 2 വരി ഡോട്ടുകളുള്ള ഷീറ്റിലെ വെള്ള ഭാഗത്ത് ഗ്ലൂ പുരട്ടി കാണിച്ചിരിക്കുന്ന പോലെ ഒട്ടിക്കുക. ഏറുകളുടെ ദിശ മാർഗദർശനമായി ഉപയോഗിക്കുക. സൗകര്യത്തിനായി റൂളർ ഉപയോഗിച്ച് വശങ്ങളിലെ ഷീറ്റുകൾ ഡോട്ടുകൾ ഉള്ള വരകളിലൂടെ ഒരേ ദിശയിൽ മടക്കുക. മുൻവശത്തുള്ള ഇളം പച്ച ഭാഗം L1-ഉം R1-ഉം എല്ലായ്പ്പോഴും അകത്തോട്ട് മടക്കിയിരിക്കുന്നു എന്ന് ഉറപ്പിക്കുക. വശങ്ങളിലെ ഷീറ്റുകൾ ഒരു ദിശയിൽ മടക്കിയതിനു ശേഷം ഇളം പച്ച ഭാഗം അകത്തോട്ട് തന്നെ മടക്കിയിരിക്കുമെന്നുറപ്പാക്കി അവയെ സിഗ്സാഗ് രീതിയിൽ മടക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ 2 ഷീറ്റുകൾ ഉണ്ടായിരിക്കണം. വശങ്ങളിലെ ഷീറ്റുകൾ മടക്കിയതിനു ശേഷം ഇളം പച്ച ഭാഗങ്ങളിൽ ഗ്ലൂ പുരട്ടി പ്ലെയിൻ ഷീറ്റ് നമ്പർ 1 ഒട്ടിക്കുക. ഇളം പച്ച ഭാഗം പ്ലെയിൻ ഷീറ്റ് നമ്പർ 1-ന്റെ പിൻവശത്തേക്കാണ് പോകേണ്ടത്. ഇരുവശങ്ങളിലും ആദ്യ മടക്ക് അകത്തോട്ടാണെന്ന് ഉറപ്പാക്കുക. ഓവൽ കട്ടുള്ള ഫ്രെയിമുകൾ എടുക്കുക. 1 മുതൽ 6 വരെയും 7-മത്തെ പൈഡ് ഹോൺബിൽ ചിത്രമുള്ളതുമാണ്. ബുക്ക് തയ്യാറാക്കുന്നതിനായി നമ്പറുകൾ അനുസരിച്ച് ഫ്രെയിമുകൾ വശങ്ങളിലെ ഷീറ്റുകളുടെ ഇളം പച്ച ഭാഗങ്ങളിൽ ഇരുവശത്തും ഒട്ടിക്കുക. ഇപ്പോൾ നീല ഷീറ്റ് എടുത്ത് അത് 2 ഭാഗങ്ങളാക്കി മുറിക്കുക. താഴെയുള്ള അധിക ഭാഗം മുറിച്ചു നീക്കുക. കാണിച്ചിരിക്കുന്ന പോലെ 1-ാം ഭാഗത്തെ ഡോട്ട് വരെയുള്ള വെള്ള ഭാഗത്ത് ഗ്ലൂ പുരട്ടി ഭാഗം 1-നെ 2-നോടൊപ്പം ഒട്ടിക്കുക. പച്ച വശത്തെ ഷീറ്റിൽ ചെയ്തതുപോലെ ഷീറ്റിലെ ഡോട്ടുള്ള വരകളിലൂടെ മടക്കുക. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ മുഴുവൻ ഷീറ്റും മടക്കുക. ബുക്ക് എടുത്ത് മറിച്ചു വെച്ച് ഓരോ ഫ്രെയിമിന്റെയും അടിഭാഗത്ത് ഗ്ലൂ പുരട്ടുക. നീല സ്ട്രിപ്പ് എടുത്ത് അതിന്റെ ആദ്യ ഭാഗം ആദ്യ ഫ്രെയിമിന്റെ പിൻവശത്ത് ഒട്ടിക്കുക. ഓരോ ഫ്രെയിമിനുമിടയിൽ മടക്കത്തിന്റെ ഒരു V ഭാഗം ഉണ്ടെന്ന് ഉറപ്പാക്കി ഓരോ ഫ്രെയിമിന്റെയും അടിഭാഗത്തെ മടക്ക് രേഖയിൽ ഗ്ലൂ പുരട്ടുക. അവസാനത്തെ ബ്ലൂ സ്ട്രിപ്പ് വരെയും ഒട്ടിച്ചുകൊണ്ടിരിക്കുക. തുടർന്ന് അവസാന ഭാഗം ഫ്രെയിം 7-ന്റെ പിൻവശത്ത് ഒട്ടിക്കുക. ഇപ്പോൾ ചിത്രങ്ങളുള്ള ഫ്രെയിമുകൾ എടുക്കുക. ഓർമ്മിക്കുക, ചിത്രമുള്ള ഫ്രെയിം 1-ന് യാതൊരു കട്ടിങ്ങും ആവശ്യമില്ല. ഇവിടെ 2 രീതിയിലുള്ള ഫ്രെയിമുകൾ നൽകിയിരിക്കുന്നതായി ശ്രദ്ധിക്കുക. ഒന്ന് പച്ച നിറത്തിലുള്ള ആരോഗ്യമുള്ള നദിയും മറ്റൊന്ന് ചുവപ്പ് നിറത്തിലുള്ള ക്ഷയിച്ച നദിയും. ചിത്രങ്ങൾ ഉള്ള ഫ്രെയിമുകൾ എടുത്ത് ചിത്രമുള്ള ഭാഗം വൃത്തിയായി മുറിച്ചെടുക്കുക. ബുക്ക് എടുത്ത് ഫ്രെയിമുകൾ 1 മുതൽ 6 വരെ നൽകിയിരിക്കുന്ന ക്രമത്തിൽ വയ്ക്കുക. എല്ലാ ഫ്രെയിമുകളും വച്ചതിനു ശേഷം നിങ്ങളുടെ ടണൽ ബുക്ക് ഇപ്പോൾ തയ്യാറായി. ടണൽ ബുക്ക് തയ്യാറാക്കിയതിനു ശേഷം ടണൽ ബുക്കിന്റെ വാതിലുകളിൽ കാണുന്നത് നൽകിയിരിക്കുന്ന സ്ഥലത്ത് എഴുതുക.
ക്ഷയിച്ച നദിയെ കാണിക്കുന്ന ഫ്രെയിമുകളും വെച്ചു നോക്കൂ. നദി നല്ല രീതിയിലായിരിക്കുമ്പോഴും മോശം നിലയിലായിരിക്കുമ്പോഴും അത് എങ്ങനെ കാണപ്പെടുന്നു എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആലോചിച്ച് കുറിച്ചു വെക്കുക. ടണൽ ബുക്ക് തയ്യാറാക്കുന്നത് നിങ്ങൾ ആസ്വദിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.